ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് പറ. ഓക്കെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിച്ചേ? കഴിഞ്ഞ ക്ലാസ്സിൽ എന്തായിരുന്നു പഠിച്ചേ? ലിമിറ്റ്സിനെ പറ്റിയിട്ടാ പഠിച്ചേ അല്ലെ? അത് ഫുള്ള് കഴിഞ്ഞു. എക്സസൈസ് കഴിഞ്ഞു. ഇനി നമ്മൾ ഡെറിവേറ്റീവ്സിനെ പറ്റിയിട്ടാ പഠിക്കാം. എഴുതിക്കോളാം, ഹെഡിങ് എഴുതിക്കോളാം. ഡെറിവേറ്റീവ്സ്. ഡെറിവേറ്റീവ്സ് എഴുതിയോ? ഡെറിവേറ്റീവ്സ് എഴുതിയോ? എന്താണ് ഡെറിവേറ്റീവ്സ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഡെഫിനിഷൻ ആണ് കേട്ടോ ആദ്യം എഴുതുന്നത്. എഴുതിക്കോളാം. Suppose f is a real valued function. Suppose f is a real valued function, comma, the function defined by, suppose f is a real valued function, suppose f is a real valued function, comma, the function defined by limit h tends to 0, limit h tends to 0, f of x plus h minus f of x divided by h. Suppose f is a real valued function, the function defined by limit h tends to 0, f of x plus h minus f of x by h. എഴുതിയോ? Wherever the limit exists, is defined to be, wherever the limit exists is defined to be the derivative of f is defined to be the derivative of f at x and is denoted by f dash of x and is denoted by f dash of x. എഴുതിയോ? Full stop. This definition of derivative is also called the first principle of derivative. This definition of derivative is also called the first principle of derivative. എഴുതിയോ? ശ്രദ്ധിച്ചേ. എഫ് എന്താ? എഫ് ഒരു റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ആണ്. എഫ് എന്താണ്? ഒരു റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ആണ്. ഇനി ഈ റിയൽ വാല്യൂഡ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് നമ്മൾ എങ്ങനെയാ ഡിനോട്ട് ചെയ്യുന്നത്? റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ എഫിന്റെ ഡെറിവേറ്റീവിനെ നമ്മൾ എങ്ങനെയാ ഡിനോട്ട് ചെയ്യുന്നത്? എങ്ങനെയാ? ഇതാ ഇങ്ങനെ. എഫ് ഡാഷ് ഓഫ് എക്സ് എന്നാണ് നമ്മൾ ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സിനെ ഡിനോട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ്. രണ്ട് രീതിയിലും ഡിനോട്ട് ചെയ്യാം. ഓക്കെ. എഫ് എന്ന് പറയുന്നത് ഒരു റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ആണ്. ഈ റിയൽ വാല്യൂഡ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന രണ്ട് രീതിയിൽ നമുക്ക് ഡിനോട്ട് ചെയ്യാം. ഒന്ന് എഫ് ഡാഷ് ഓഫ് എക്സ്, രണ്ടാമത് ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ്. ഇതിൽ ഏതാണെങ്കിലും സെയിം കാര്യമാണ് ഉദ്ദേശിക്കുന്നത്. ഇനി എന്താണ് ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് അല്ലെങ്കിൽ എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത്? എന്താണ്? ലിമിറ്റ് എച്ച് ടെൻസ് ടു 0, എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ബൈ എച്ച്. ഇതിനെയാണ് ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. കിട്ടിയോ? ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന രണ്ട് രീതിയിലാണ്. ഒന്ന് എഫ് ഡാഷ് ഓഫ് എക്സും ഒന്ന് ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സും. ഇനി എഫ് ഡാഷ് ഓഫ് എക്സ് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തേക്കുന്നത്? ലിമിറ്റ് എച്ച് ടെൻസ് ടു 0, എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എച്ച്. കിട്ടിയോ? എഴുതിയെടുത്ത്. ഇത് എഴുതിയിട്ടുണ്ടല്ലോ. ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. Exercise 12.2 first question. Find the derivative of x square minus 2 at x is equal to 10. അങ്ങനെ എഴുതാം.
അല്ല നിങ്ങൾ എഴുതിയിട്ടുണ്ടല്ലോ, ആ ഡെഫിനിഷനിൽ എഴുതിയിട്ടുണ്ടല്ലോ. ആ find the derivative of x square minus 2 at x is equal to 10. ഇതാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 2 at x is equal to 10. ഡെഫിനിഷൻ എന്താ? എഫ് ഡാഷ് ഓഫ് എക്സ് is equal to ലിമിറ്റ് h tends to 0 f of x plus h minus f of x divided by h. ഇതാണ് നമ്മുടെ ഡെഫിനിഷൻ അല്ലെ. ഇനി ഇവിടെ നമ്മുടെ എഫ് ഓഫ് എക്സ് എന്താ? എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് തന്നിരിക്കുന്ന ഫംഗ്ഷൻ ആണ് എക്സ് സ്ക്വയർ മൈനസ് 2 അല്ലെ. ഇവിടെ ശ്രദ്ധിക്കാട്ടോ, ആരും എഴുതണ്ട. നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ ആണ് എഫ് ഓഫ് എക്സ് എക്സ് സ്ക്വയർ മൈനസ് 2. ഇനി ഒരു കാര്യം കൂടെ തന്നിട്ടുണ്ട്, അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 10 അല്ലെ. ഇനി എക്സ് ഇസ് ഈക്വൽ ടു 10ൽ എഫ് ഓഫ് എക്സ് എന്താ? എഫ് ഓഫ് 10 അല്ലേ? എഫ് ഓഫ് 10 അല്ലേ? എഫ് ഓഫ് 10 എന്താ? 10 സ്ക്വയർ മൈനസ് 2. 10 സ്ക്വയർ എത്രയാ? 100. 100 മൈനസ് 2 എത്രയാ? 98. സോ ഇതാണ് എഫ് ഓഫ് 10. കിട്ടിയോ? ഇനി നമുക്ക് എന്ത് വേണം? എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് വേണം. എന്താണ് എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച്? എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ മൈനസ് 2 ആണ്. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് എന്താ? എക്സിന്റെ പ്ലേസിൽ എന്ത് വരണം? എക്സ് പ്ലസ് എച്ച് വരണം അല്ലെ. എക്സ് എവിടേക്ക് ഉണ്ടോ ആ എക്സിന്റെ പൊസിഷനിൽ എന്ത് വരണം? എക്സ് പ്ലസ് എച്ച് വരണം. അതായത് എക്സ് പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയർ മൈനസ് 2 അല്ലെ. എക്സിന്റെ പ്ലേസിൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ മൈനസ് 2 അല്ലെ. നമുക്ക് എന്താ വേണ്ടത്? എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് ആ വേണ്ടത്. എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് എന്ന് പറഞ്ഞാൽ എന്താ? അതായത് നമ്മുടെ ഫംഗ്ഷനിൽ എക്സ് എവിടെയൊക്കെ വന്നിട്ടുണ്ടോ അവിടെയൊക്കെ നമ്മൾ എന്ത് കൊടുക്കണം? എക്സ് പ്ലസ് എച്ച് കൊടുക്കണം. നമുക്ക് എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് അല്ലേ വേണ്ടത്? എക്സ് എവിടെയൊക്കെ വന്നിട്ടുണ്ടോ അവിടെ എക്സ് പ്ലസ് എച്ച് കൊടുക്കണം. ഇവിടെ എക്സ് ഉണ്ട്, അതിന്റെ പ്ലേസിൽ എക്സ് പ്ലസ് എച്ച് കൊടുത്തു. ഇവിടെ എക്സ് സ്ക്വയർ ആയിരുന്നു, അപ്പൊ നമുക്ക് എന്ത് വേണം? എക്സ് പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയർ മൈനസ് 2. ബാക്കിയൊക്കെ സെയിം. എക്സ് വരുന്നിടത്ത് മാത്രമേ ചേഞ്ച് വരുള്ളൂ. ഇക്വേഷൻ അങ്ങനെയാണ്. എഫ് ഡാഷ് എക്സിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടില്ല. നമുക്ക് എഫ് ഡാഷ് എക്സിലേക്ക് കൊടുക്കണമെങ്കിൽ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ചും വേണം, എഫ് ഓഫ് എക്സും വേണം. അത് നമ്മൾ കണ്ടുപിടിച്ചോണ്ടിരിക്കുക. മനസ്സിലായില്ല? എന്താ മനസ്സിലാവാത്ത? ഇത് നമ്മുടെ ഇക്വേഷനാ. ഇത് നമ്മൾ ബൈ ഹേർട്ട് ചെയ്യണം ഇക്വേഷൻ. ഓക്കെ, ഈ ഇക്വേഷനിൽ എന്താ വേണ്ടത്? എഫ് ഡാഷ് ഓഫ് എക്സ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എഫ് ഓഫ് എക്സ് പ്ലസ് എച്ചും വേണം, എഫ് ഓഫ് എക്സും വേണം. കിട്ടിയോ? നമുക്ക് എഫ് ഡാഷ് ഓഫ് എക്സ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ചും വേണം, എഫ് ഓഫ് എക്സും വേണം. ഇനി എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ ആണ്. അത് എത്രയാ? എക്സ്. അതെന്താ? എക്സ് സ്ക്വയർ മൈനസ് 2 ആണ്. അതാണ് എഫ് ഓഫ് എക്സ്. ഇനി ഒരു കാര്യം കൂടെ തന്നിട്ടുണ്ട്, അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 10 ആണ്. എക്സിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എക്സിന് പകരം എക്സിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്, എഫ് ഓഫ് 10 ആക്കിയത്. വി ഗോട്ട് ഇറ്റ് ആസ് 98. ഓക്കെ, ഇനി അടുത്ത എന്താ നമുക്ക് വേണ്ടേ? എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് ആ വേണ്ടേ. ഓക്കെ, എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് എന്ന് പറഞ്ഞാൽ എന്താ? എക്സിന്റെ പ്ലേസിൽ നമ്മൾ എന്ത് കൊടുക്കണം? എക്സ് പ്ലസ് എച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, ഇവിടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ മൈനസ് 2 ആണ്. ഓക്കെ, അപ്പൊ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് എന്തായിരിക്കും? എക്സിന്റെ പ്ലേസിൽ എക്സ് പ്ലസ് എച്ച് കൊടുക്കണം. അതായത് എക്സ് ഇവിടെ എക്സ് സ്ക്വയർ ആയിരുന്നു ഉണ്ടായിരുന്നെ, നമ്മൾ എന്തെടുക്കണം? എക്സ് പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയർ എടുക്കണം, മൈനസ് 2. കിട്ടിയോ? ഇനി എന്താണ് എക്സ് പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയർ? പറഞ്ഞേ. എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഐഡന്റിറ്റി യൂസ് ചെയ്യാം. എക്സ് സ്ക്വയർ പ്ലസ് 2xh പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് 2 അല്ലെ. ഇതാണ് നമ്മുടെ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് എന്ന് പറയുന്നത്. ഇനി എക്സിന്റെ പൊസിഷൻ, എക്സിന്റെ വാല്യൂ എന്നിട്ടുണ്ട്. എക്സിന്റെ വാല്യൂ എന്താ? 10 ആണ്. സോ എഫ് ഓഫ് 10 പ്ലസ് എച്ച് എന്ന് പറയുന്നത് എന്താ? 10 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 10 ഇൻറ്റു എച്ച് പ്ലസ് എച്ച് സ്ക്വയർ മൈനസ് 2 അല്ലെ. ഇനി 10 സ്ക്വയർ ഇസ് 100,
plus 2 into 10 20h plus h square minus 2. We have a 100 and minus 2 here. അല്ലെ 100 minus 2 എന്താ 98. So 98 plus 20h plus h square. So ഇതാണ് f of 10 plus h എന്ന് പറയുന്നത്. സയോണ് കാണാൻ പറ്റുന്നുണ്ടോ? സയോൺ എന്താ ലേറ്റ് ആയേ? എന്തോ എന്താ ഓക്കെ. ഇനി എന്ത് ചെയ്യാം, നമുക്ക് എഫ് ഡാഷ് ഓഫ് എക്സിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച്. എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് എന്താ എക്സ് സ്ക്വയർ പ്ലസ് 2xh പ്ലസ് എച്ച് സ്ക്വയർ മൈനസ് 2 മൈനസ് എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് എന്ന് പറയും, സോറി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം കേട്ടോ. നമുക്ക് 10 എന്ന് പറഞ്ഞിട്ടൊരു വാല്യൂ വന്നിട്ടുണ്ടല്ലോ. സോ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് എന്ന് പറയുന്നത് ഇവിടെ എഫ് ഓഫ് 10 പ്ലസ് എച്ച് ആണ്. ദാറ്റ് ഇസ് 98 പ്ലസ് 20h പ്ലസ് എച്ച് സ്ക്വയർ മൈനസ് എഫ് ഓഫ് എക്സ്, അതായത് എഫ് ഓഫ് 10 ദാറ്റ് ഇസ് മൈനസ് 98 ഡിവൈഡഡ് ബൈ എച്ച്. ഓക്കെ, ദിസ് പ്ലസ് 98 and minus 98 will get cancelled. ബാക്കി എന്താ ഉള്ളത്? ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 20h പ്ലസ് എച്ച് സ്ക്വയർ ബൈ എച്ച്. ഇനി ഇവിടുത്തെ രണ്ട് ടേംസിലും h is common അല്ലെ, so we can take h as a common factor. So this will change to limit h tends to 0 h 20 plus h divided by h അല്ലേ അല്ലേ എച്ചും എച്ചും ക്യാൻസൽ ആവും. ബാക്കി എന്താ ഉള്ളത്? ലിമിറ്റ് h tends to 0 20 പ്ലസ് എച്ച് അല്ലേ 20 പ്ലസ് എച്ച്. ഇനി എന്ത് ചെയ്യുക? ലിമിറ്റ് അപ്ലൈ ചെയ്യുക, അതായത് എച്ചിന് 0 എന്ന് പറഞ്ഞ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ എന്താ കിട്ടുക? 20 പ്ലസ് 0 എത്രയാ? 20. ഇതാണ് ആൻസർ. ആയിരിക്കും. ഡൗട്ട്സ് ഉള്ളവർ ചോദിക്കാം കേട്ടോ. ഏതാ ഈ എക്സിന്റെ സ്ഥാനത്ത് നോക്കാം. ഈ എക്സിന്റെ പ്ലേസിൽ എക്സ് പ്ലസ് എച്ച് വന്നത് ഇക്വേഷൻ ആണ്, നിങ്ങൾ പഠിക്കുക. ഈ ഇക്വേഷൻ പഠിക്കുക. എല്ലാത്തിലും അങ്ങനെയാണ്. ഓക്കെ, ഇത് നിങ്ങൾ ബൈ ഹേർട്ട് ചെയ്യുക, ഈ ഇക്വേഷൻ ബൈ ഹേർട്ട് ചെയ്യുക. ഇനി അതിനകത്ത് വരുന്ന ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് ബാക്കി. പിന്നെ എവിടെയാ ഡൗട്ട് ഉള്ളത്? ഇവിടെയാ ഇത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടോ? നമുക്ക് എന്താ, നമുക്ക് ഇതാ കേട്ടില്ലെന്നോ പറയുമ്പോ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്തോണ്ടിരിക്കും. നോക്കാം, ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ലിമിറ്റ് h tends to 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ബൈ എച്ച്. ഇനി എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് എന്ന് പറഞ്ഞാൽ എന്താ? ഇതാണ്. ഇനി എക്സിന്റെ വാല്യൂ, അതായത് എക്സിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ എഫ് ഓഫ് 10 പ്ലസ് എച്ച് അല്ലേ, ആ വാല്യൂ ആണ് ഇവിടെ എഴുതിയത്. മൈനസ് ഏത്? ഇതാ, ഇത് നമ്മൾ നേരത്തെ ചെയ്തതാ. ഇത് നേരത്തെ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് കണ്ടുപിടിച്ചതാ. ഇതിനകത്തോട്ട് 10ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ എഴുതി കിട്ടിയ. ഇനി മൈനസ് എഫ് ഓഫ് എക്സ്, അതായത് എഫ് ഓഫ് 10 98 ഡിവൈഡഡ് ബൈ എച്ച് പ്ലസ് 98 ആൻഡ് മൈനസ് 98 ക്യാൻസൽ ആയി. ബാക്കി എന്താ ഉള്ളത്? 20h പ്ലസ് എച്ച് സ്ക്വയർ ബൈ എച്ച്. എച്ച് രണ്ട് ടേംസിലും കോമൺ ആണ്, സോ നമ്മൾ എച്ചിന്റെ എടുത്തു, കോമൺ ഫാക്ടർ ആക്കി എടുത്തു. സോ ബാക്കി എന്താ ഉള്ളത്? എച്ച് കോമൺ എടുക്കുമ്പോൾ 20h എച്ച് പോകുമ്പോൾ 20 പ്ലസ് എച്ച് ബൈ എച്ച്. എച്ച് ക്യാൻസൽ ആയി, ബാക്കി 20 പ്ലസ് എച്ച്. എച്ചിന്റെ വാല്യൂ 0 കൊടുക്കുക. ലിമിറ്റ് h tends to 0 ആയത് കാരണം we can substitute the value of h as 0. So 20 ആണ് ആൻസർ. d by dx എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ് ഓഫ് ദാറ്റ് ഫംഗ്ഷൻ. നമുക്ക് രണ്ട് രീതിയിൽ, ഇപ്പൊ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ, ഈ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവിന് രണ്ട് രീതിയിൽ നമുക്ക് ഡിനോട്ട് ചെയ്യാം. ഒന്ന് എഫ് ഡാഷ് ഓഫ് എക്സും ഒന്ന് d by dx ഓഫ് എഫ് ഓഫ് എക്സ്. കേട്ടോ, എഴുതാം. തനിയെ ചെയ്യാൻ നോക്കുക, ഡൗട്ട്സ് ഉള്ളപ്പോൾ മാത്രം ബോർഡിലേക്ക് നോക്കുക. എഫ് ഓഫ് എക്സിൽ അത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ എക്സ് സ്ക്വയർ മൈനസ് 2 ആണെന്ന്. കിട്ടിയോ? ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. കിട്ടിയോ ജിസെ? അപ്പൊ നിങ്ങൾ സ്കൂളിൽ ഇതൊന്നും പഠിപ്പിച്ചില്ല? ചെയ്തോ? സാരില്ല, നമുക്ക് എല്ലാം ചെയ്യാം.
ചോദിക്ക്. ഇതാണോ? അല്ല, ഇത് എഫ് ഓഫ് എക്സ്, ഇത് ഒരെണ്ണം. ഇത് അടുത്തതാണ് എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച്. എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് എന്ന് പറഞ്ഞാൽ എന്താ? ലേറ്റ് ആയത് എന്താ? എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് എന്ന് പറഞ്ഞാൽ എന്താ? എക്സിന്റെ പ്ലേസിൽ എക്സ് പ്ലസ് എച്ച് കൊടുക്കുക. ഇവിടെ എക്സിന്റെ പ്ലേസിൽ എക്സിന് പകരം നമ്മൾ എക്സ് പ്ലസ് എച്ച് കൊടുത്തു. സപ്പോസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 2 ആണ്. എന്ത് വെച്ചി? എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ മൈനസ് 2. അങ്ങനെയാണ് എഫ് ഓഫ് വൈ എന്താ? എഫ് ഓഫ് വൈ എന്താ? വൈ സ്ക്വയർ മൈനസ് 2. എന്താ ചെയ്ത ആദർശ്? എക്സിന്റെ പ്ലേസിൽ വൈ കൊടുത്തു. അപ്പൊ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് എന്താ? എക്സിന്റെ പ്ലേസിൽ എക്സ് പ്ലസ് എച്ച് കൊടുക്ക. അല്ല, കഴിഞ്ഞല്ലോ എല്ലാരും? ആരൊക്കെ കംപ്ലീറ്റ് ചെയ്യാത്ത? വേഗം ബുക്ക് എടുക്ക. വിമല് സ്പേസ് വിട് കേട്ടോ. ഇതിൽ എക്സ്പ്രസിന് എഴുതിയാ മതി. സയോണ് കാണാൻ പറ്റുന്നുണ്ടോ? ക്യാമറ ഓൺ ചെയ്തേ. ഇപ്പൊ നിങ്ങൾ എന്തായാലും പഠിക്കും, മാർക്ക് കിട്ടണ്ടേ? ഇപ്പൊ നിങ്ങളുടെ ആവശ്യം അതാണ്. ഇതൊക്കെ വലിയ വലിയ കാര്യങ്ങളാണ്. ഏരിയ അണ്ടർ ദ കർവ്, ഇക്വേഷൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ ഇതൊക്കെ യൂസ് ചെയ്യും. ഇന്റഗ്രേഷൻ പഠിച്ചിട്ടില്ല അല്ലേ? നിങ്ങള് പഠിച്ചോ? അതൊരു കാര്യം വരും, അതൊക്കെ വരും. ഇത് പഠിച്ചാലാണ് നിങ്ങൾക്ക് ഇന്റഗ്രേഷൻ പഠിക്കാൻ പറ്റുള്ളൂ. ഡിഫറൻസിയേഷന്റെ ഓപ്പോസിറ്റ് ആണ് ഇന്റഗ്രേഷൻ. നിങ്ങൾ ഫിസിക്സിലൊക്കെ പഠിക്കുന്നില്ലേ? ഫിസിക്സിലൊക്കെ ഇന്റഗ്രേഷൻ പഠിക്കുന്നില്ലേ? അപ്പോ ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് ഇന്റഗ്രേഷൻ. കേട്ടോ? ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറെ. നിങ്ങൾ ഫിസിക്സിൽ ഇന്റഗ്രേഷൻ പഠിക്കുന്നില്ലേ? ഫിസിക്സിൽ നിങ്ങൾ ഇന്റഗ്രേഷൻ എവിടെയൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്? വർക്ക് കണ്ടുപിടിക്കാൻ, പിന്നെ ഫ്ലോ കണ്ടുപിടിക്കാനായിട്ട് ത്രൂ പൈപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് പഠിക്കുന്നില്ലേ? ഉണ്ട്. നിങ്ങൾ ഫിസിക്സിൽ നിങ്ങൾ ഫിസിക്സില് വർക്ക് കണ്ടുപിടിക്കാൻ ഇന്റഗ്രേഷൻ പഠിക്കുന്നുണ്ട്. ഒരു ആപ്ലിക്കേഷൻ ആയില്ലേ? സ്പീഡ്. പിന്നെന്താ? ഏരിയ. നിങ്ങൾ പല കാര്യങ്ങളും നിങ്ങൾ ഗ്രാഫിലൂടെയാ പഠിക്കുക. എന്താ? ഏരിയ അണ്ടർ ദി ഗ്രാഫ്, അത് കണ്ടുപിടിക്കാൻ നേരത്തെ ഇന്റഗ്രേഷൻ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഫ്ലോ കണ്ടുപിടിക്കാനായിട്ട് ഇന്റഗ്രേഷൻ യൂസ് ചെയ്യാറുണ്ട്. അതൊക്കെ ഓരോ ആപ്ലിക്കേഷൻസ്, ഇതിന്റെ ആപ്ലിക്കേഷൻസ്. അതൊക്കെ ഇപ്പൊ ഒരു പൈപ്പിലൂടെ എത്രയായിരിക്കാം മാക്സിമം കപ്പാസിറ്റി, എന്തോരം ഫ്ലോ ചെയ്യും, കണ്ടുപിടിക്കുക. അതിനകത്തൊക്കെ നമ്മൾ ഇന്റഗ്രേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇന്റഗ്രേഷൻ അറിഞ്ഞ ഡിഫറൻസിയേഷന്റെ നേരെ ഇൻവേഴ്സ് ആണ് ഇന്റഗ്രേഷൻ എന്ന് പറയണത്. കേട്ടോ? ഡെറിവേറ്റീവിന്റെ ഓപ്പോസിറ്റ് ആണ് ഇന്റഗ്രേഷൻ. ഇപ്പൊ നിങ്ങളിപ്പോ കണ്ടുപിടിച്ചില്ലേ? ഇതിനകത്ത് പറയാൻ പറ്റില്ല, വേറെ ഇതിൽ പറയാം. ഡെമോൺസ്ട്രേഷൻ ഫിസിക്സിൽ വരുന്നുണ്ട്. നിങ്ങൾ ഓൾറെഡി പഠിച്ചല്ല. ഇത് കഴിഞ്ഞോ? കംപ്ലീറ്റ് ചെയ്തില്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സംസാരിക്കല്ലേ? നമുക്ക് ഇത് കൂടാണ്ട് 2 ചാപ്റ്റേഴ്സ് ഉണ്ട്. Find the derivative of x at x is equal to 1. Find the derivative of x at x is equal to 1.
ഇക്വേഷൻ എന്താ? എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ബൈ എച്ച്. ഇനി നമ്മുടെ ഫംഗ്ഷൻ എന്താ? എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് ആണ് അല്ലെ? അപ്പൊ അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 1. അപ്പൊ എഫ് ഓഫ് 1 എന്ന് പറയുന്നത് എന്താ? 1 തന്നെയാണ് അല്ലെ? ഇനി എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് പ്ലസ് എച്ച് ആണ്. സോ എഫ് ഓഫ് 1 പ്ലസ് എച്ച് എന്ന് പറഞ്ഞാൽ എന്താ? 1 പ്ലസ് എച്ച് ആണ്. ഇനി ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച്, അതായത് എഫ് ഓഫ് 1 പ്ലസ്. ഇതിപ്പോ നിങ്ങൾ ആരും എഴുതണ്ട, ഇവിടെ ശ്രദ്ധിച്ചേ. ക്ലാസ് ടൈമിൽ കറക്റ്റ് ടൈമിൽ വരണം. ഇതിപ്പോ ഞാൻ ഇത്രയും സമയം എടുത്ത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു. ഇനി ഇത് ഒരാൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇത് ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാന്ന് പറഞ്ഞു. ആ നോക്കാം. എഫ് ഡാഷ് ഓഫ് എക്സ് എന്താ? ഇപ്പൊ എഴുതരുത്, ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് ആരും എഴുതണത് കാണാൻ പാടില്ല, കേട്ടില്ല? എന്താ എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച്. എന്താ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ചിന്റെ വാല്യൂ നമ്മളിപ്പോ കണ്ടുപിടിച്ചത്? 1 പ്ലസ് എച്ച് അല്ലേ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1 പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എന്താ ഇപ്പൊ കണ്ടുപിടിച്ച്? 1 ഡിവൈഡഡ് ബൈ എച്ച്. 1 ആൻഡ് മൈനസ് 1 വിൽ ഗെറ്റ് ക്യാൻസൽഡ്. ബാക്കി എന്താ? എച്ച് ബൈ എച്ച്. എച്ച് ബൈ എച്ച് എന്താ? 1. സോ നമുക്ക് ഇതിനെ എങ്ങനെ റീറൈറ്റ് ചെയ്യാം? ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 1. എന്താ ആൻസർ? 1. എഴുതിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 3 ഹോംവർക്ക് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 3 അത് എന്റെ ടെക്സ്റ്റ് ബുക്ക് ആണ്. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 അല്ല, എഫ് ഓഫ് 1. എക്സിന്റെ വാല്യൂ ഫംഗ്ഷനിൽ എക്സിന്റെ വാല്യൂ 1 ഇട്ട് കൊടുക്കണം. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ആണ്. ഇനി ആ കിട്ടിയ അതിനകത്ത് 1 എക്സിന്റെ പ്ലേസിൽ 1 ഇട്ട് കൊടുക്കുക. അല്ല, നമ്മൾ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടാണ് എച്ചിന് വാല്യൂ കൊടുക്കാൻ പറ്റുള്ളൂ. ഫുൾ സിംപ്ലിഫൈ ചെയ്തിട്ടാണ് എച്ചിന്റെ വാല്യൂ കൊടുക്കുന്നത്. കഴിഞ്ഞോ? ആദർശ് കഴിഞ്ഞോ? ഇത് കഴിഞ്ഞോ? ആ ക്വസ്റ്റ്യൻ നമ്പർ 3 അത് കാണിച്ച അത് കംപ്ലീറ്റ് അല്ല കേട്ടോ. ആ ലിമിറ്റ് ചെയ്ത് ഇവിടൊക്കെ ലിമിറ്റ് ഉണ്ട്. അതൊക്കെ കളയരുത്. എന്താ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹോംവർക്ക് ആണ്, മാർക്ക് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 3 കഴിഞ്ഞല്ലോ. ഇനി ആരാ കഴിയാനായിട്ടുള്ള? വോട്ട് ചെയ്ത് ജയിച്ച പാർട്ടിക്ക്. ഞങ്ങളുടെ അവിടെ ജയിച്ചത് ഞാൻ വോട്ട് ചെയ്ത പാർട്ടി. കഴിഞ്ഞ ഞാൻ ജയിച്ച പാർട്ടിക്ക് വോട്ട് ചെയ്ത. ഞങ്ങളുടെ അവിടെ LDF ആ ജയിച്ചത്. അങ്ങനൊന്നുമില്ല, ജയിക്കണ പാർട്ടിയുടെ കൂടെ നിൽക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയട്ടെ. ഞാൻ 6:30 കഴിഞ്ഞിട്ട് എല്ലാം കേട്ടിട്ട് ഞാൻ പോകുന്നുള്ളൂ. ഒരു സെക്കൻഡ്. x cube minus 27. x cube minus 27 after 6:30 we will discuss all these things.
Find the derivative of the following functions using first principle. X cube minus 27. ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. നമ്മുടെ ഇവിടുത്തെ ഫംഗ്ഷൻ ഏതാ? f of x is equal to x cube minus 27. Okay. Equation എന്താ? We have to find the derivative of this. That is f dash of x is equal to പറഞ്ഞ equation എന്താ? Equation എല്ലാവരും പറഞ്ഞു. ഇപ്പൊ ആരും എഴുതണ്ട. Limit h tends to 0. X plus x. F of x plus h minus f of x divided by h. ഇനി f of x നമ്മുടെ കയ്യിലുണ്ട്. f of x is equal to എന്താ? x cube minus 27. ഇവിടെ നമുക്ക് x ന്റെ തന്നിട്ടില്ല, വാല്യൂ തന്നിട്ടില്ല, അപ്പൊ കൊടുക്കണ്ട കേട്ടോ. ഇനി x ന്റെ വാല്യൂ നേരത്തെ ക്വസ്റ്റ്യനിൽ at x is equal to എന്ന് പറഞ്ഞിട്ടൊരു വാല്യൂ തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് വേണം ആൻസർ എഴുതാനായിട്ട്. ഇനി ഇൻ കേസ് ആ വാല്യൂ തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണ്ട? വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണ്ട. സോ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ക്യൂബ് മൈനസ് 27 ആണ്. ദെൻ വാട്ട് ഇസ് എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച്? പറഞ്ഞേ. എക്സ് പ്ലസ് എച്ച്. വിമൽ ഇപ്പൊ എഴുതരുതെന്ന് പറഞ്ഞോ? എക്സ് പ്ലസ് എച്ച് ദ ഹോൾ ക്യൂബ് മൈനസ് 27. ഇത് എക്സ്പാൻഡ് ചെയ്തേ. എക്സ് പ്ലസ് എച്ച് ദ ഹോൾ ക്യൂബ്. a plus b the whole cube എന്താ? a cube plus 3a square b plus a cube yes, a cube plus 3a square b plus 3ab square plus b cube. So x plus h the whole cube is equal to എന്താ? പറ. x cube plus 3x square h plus 3 പറയ് x h square plus h cube minus 27. കിട്ടിയല്ലോ. ഇനി നമുക്ക് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. f dash of x is equal to limit h tends to 0. പറഞ്ഞേ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പറഞ്ഞേ. പറ. f of x plus h എന്താ? ഇതാണ്. പറഞ്ഞേ. x cube plus 3x square h plus 3x h square plus h cube minus 27. ഇതാണ് f of x plus h എന്ന് പറയുന്നത്. മൈനസ് f of x. f of x എന്താ? മൈനസ് x cube minus 27. ഒന്നിൽ കൂടുതൽ ടേംസ് ഉണ്ടെങ്കിൽ മൈനസ് കഴിഞ്ഞ് വരുമ്പോൾ നിങ്ങൾ എന്തും കൂടി ഇടണം? ഒരു ബ്രാക്കറ്റും കൂടി ഇടണം. അപ്പോ ഞാൻ ഇവിടെ ഒറ്റയടിക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാണ് കേട്ടോ. എല്ലാ ബ്രാക്കറ്റിനുള്ളിൽ കിടക്കുന്ന എല്ലാ ടേംസിനും സൈൻ മാറും. എക്സ് ക്യൂബിന്റെ സൈൻ മൈനസ് ആകും. മൈനസ് 27 പ്ലസ് 27 ആകും. Okay, divided by h. X cube and minus x cube will get cancelled. Minus 27 and plus 27 will get cancelled. ബാക്കി എന്താ ഉള്ളത്? 3x square h plus 3x h square plus h cube. എല്ലാ ടേംസിലും h കോമൺ അല്ലേ? So we can take h as a common factor. അപ്പൊ എന്താ കിട്ടുക? 3x square plus 3x plus 3x h ഉണ്ട്. 3x h plus h square by h അല്ലേ? ഇനി h ഉം ക്യാൻസൽ ചെയ്തു. ബാക്കിയുള്ളത് ലിമിറ്റ് h tends to 0, 3x square plus 3x h plus h square. h tends to 0 ആണ്. സോ h ന്റെ വാല്യൂ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ h ഉള്ള ടേംസ് എല്ലാം 0 ആയി പോകും. ബാക്കി എന്താ ഉള്ളത്? 3x square. So the answer is 3x square. എഴുതിക്കോ. എഫ് ഓഫ് എക്സ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരിക്കും. തന്നിട്ടുണ്ട്. ഈ രണ്ട് സാധനം വെച്ച് f dash x കണ്ടുപിടിക്കും.
വെയിറ്റ് പറയാം. ഇനി തേർഡ് ക്വസ്റ്റ്യൻ ഇത് ആരൊക്കെ ഇനി കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ള വേഗം എഴുതട്ടോ. ഇത് ചെയ്ത് കഴിഞ്ഞവര് തേർഡ് സബ് ക്വസ്റ്റ്യൻ ചെയ്യാട്ടാ. ഇത് ചെയ്ത് കഴിഞ്ഞവര് തേർഡ് സബ് ക്വസ്റ്റ്യൻ ചെയ്യാ. 1/x² ചെയ്യ്. അതായത് എക്സിന്റെ കൂടെ എക്സ് ഡിനോമിനേറ്ററിൽ ഉണ്ടെങ്കിൽ എച്ചും വരും. എഴുതി കഴിഞ്ഞോ വൈഷ്ണവി? നിങ്ങക്ക് തനിയെ ചെയ്യാൻ ടൈം വേണോ? തനിയെ ചെയ്യട്ടാ. ഡിസ്കസ് ചെയ്യാണ്ട് തനിയെ ചെയ്യണേ. ഡിസ്കസ് ചെയ്യണ്ട, തനിയെ ചെയ്യാം. ആരാ ആദ്യം ചെയ്യണേ നോക്കാം. One by x². അത്രയും കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട കേട്ടോ. അങ്ങനെ തന്നെ ഇട്ടാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ നെഗറ്റീവ് പവർ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ f(x) മൈനസ് f(x) ഒക്കെ ചെയ്യാൻ നേരത്തെ ഡിഫിക്കൽട്ട് ആയിരിക്കും. ആണോ? 4 3
4ൽ 3. ചെയ്ത് കാണിച്ചു തരണോ? അല്ലെങ്കിൽ ഞാൻ ചെയ്യാം, നോക്കട്ടെ. ആ, ഒരു 2 minutes കൊടുത്ത് തരാം. കഴിയുമോ നോക്കട്ടെ, ആർക്കെങ്കിലും കിട്ടുമോ നോക്കട്ടെ. സയോണിന് കിട്ടുന്നുണ്ടോ? സയോണിന് കിട്ടുന്നുണ്ടോ? കിട്ടിയോ? ചെയ്യട്ടെ? വൺ ബൈ എക്സ് സ്ക്വയർ അല്ലേ? ആ, വൺ ബൈ എക്സ് സ്ക്വയർ അല്ലേ ക്വസ്റ്റ്യൻ? ആ, ഓക്കെ. ശ്രദ്ധിച്ചേ, ഇവിടെ നോക്കാം എല്ലാരും. നോക്കേ, ആദർശ് ഇക്വേഷൻ പറഞ്ഞേ. എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു, ലിമിറ്റ് ആര് പറയും? ആ, ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എച്ച്. ഇതാണ് ഇക്വേഷൻ അല്ലെ? നമ്മുടെ എഫ് ഓഫ് എക്സ് എന്താ? ഇവിടെ ശ്രദ്ധിച്ചേ, എഫ് ഓഫ് എക്സ് എന്താ? ഇനി ആരെങ്കിലും എഴുതണ കാണുകയാണെങ്കിൽ ഒരു ബോർഡിൽ വന്ന് ചെയ്യണം കേട്ടോ. എഫ് ഓഫ് എക്സ് എന്താ? 1 by x square. എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് എന്താ? വാട്ട് ഇസ് എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച്? വാട്ട് ഇസ് എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച്? എന്താ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച്? 1 by x plus h the whole square. വിമൽ, വൺ ബൈ എക്സ് പ്ലസ്, ഇവിടെ നോക്കിയേ, വേറെ ആരെങ്കിലും വെള്ളം കുടിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അതിനി എന്ത് ചെയ്യും? അവിടെ ഇനി ആരെങ്കിലും വന്ന് വെള്ളം കുടിക്കാൻ വന്നിട്ടുണ്ടെങ്കിലോ? കൊണ്ടേ വെക്കും, വേഗം കൊണ്ടേ വെച്ചിട്ടോ. ആ, എന്തേലും ചെയ്, എനിക്ക് ക്ലാസ് എടുക്കണം. അവിടെ ആരെങ്കിലും വെള്ളം കുടിക്കാൻ വന്നിട്ടുണ്ടെങ്കിലോ? വേറെ ക്ലാസ് ഉണ്ടോ അവിടെ? So f of x plus h is equal to 1 by x plus h the whole square. In substitute ചെയ്തേ, f dash of x is equal to limit h tends to 0 f of x plus h എന്താ? 1 by x plus h the whole square minus 1 by x square divided by h. ഇത്ര എല്ലാവർക്കും കിട്ടിയോ? ഇനി എന്താ ചെയ്യണേ? ഇപ്പൊ ആരും കറക്റ്റ് ചെയ്യണ്ട, ഇവിടെ ശ്രദ്ധിക്കാം. നോക്കേ നോക്കേ, ഇവിടെ നമുക്ക് ന്യൂമറേറ്ററിൽ എന്താ ഉള്ളത്? ഫ്രാക്ഷൻസ് ആണുള്ളത്. അപ്പൊ എന്ത് ചെയ്യണം? ഫ്രാക്ഷൻസ് ഹാവ് ഡിഫറെന്റ് ഡിനോമിനേറ്റേഴ്സ്. അപ്പൊ എന്താ ചെയ്യണ്ടേ? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എന്ത് കിട്ടും? ലിമിറ്റ് h tends to 0 x square minus x plus h the whole square divided by x square into x plus h the whole square into 1 by h അല്ലേ? സോ ഇവിടെ h എഴുതിയാ മതിയല്ലോ, പോരെ? ഇവിടെ രണ്ട് ഫ്രാക്ഷൻസ് ആണ് ഉള്ളത്. അപ്പൊ ഇതിനെ നമുക്ക് ഡിവൈഡഡ് ബൈ എച്ച്, ഡിവൈഡഡ് ബൈ എച്ചിനെ നമുക്ക് h by 1 ആക്കി എടുക്കാം.
രണ്ട് ഫ്രാക്ഷൻസ് ഡിവൈഡ് ചെയ്യുന്ന എങ്ങനെയാ? റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ ഇങ്ങനെ കിട്ടുമല്ലോ. ഇനി എന്താ ചെയ്യാൻ പറ്റുക? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. അപ്പൊ എന്ത് കിട്ടും? ലിമിറ്റ് h ടെൻസ് ടു 0 എക്സ് സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയർ. എന്താ എക്സ് പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയർ? എക്സ് സ്ക്വയർ പ്ലസ് 2hx പ്ലസ് എച്ച് സ്ക്വയർ ഡിവൈഡഡ് ബൈ h സ്ക്വയർ ഇൻറ്റു എക്സ് പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയർ. ഇവിടെ നോക്കി, ഈ എക്സ് സ്ക്വയറും മൈനസ് എക്സ് സ്ക്വയറും ക്യാൻസൽ ആവില്ലേ? ബാക്കി എന്താ ഉള്ളത്? ലിമിറ്റ് h ടെൻസ് ടു 0 outside the bracket we have a negative sign. അല്ലെ? So we have to change the sign of all the terms inside the bracket. അല്ലെ? ബ്രാക്കറ്റിനുള്ളിലുള്ള എല്ലാ ടേംസിന്റെയും സൈൻ മാറ്റണം. So here we have a plus 2hx. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എന്താകും? മൈനസ് 2hx പ്ലസ് എച്ച് സ്ക്വയർ എന്താകും? മൈനസ് എച്ച് സ്ക്വയർ ഡിവൈഡഡ് ബൈ എച്ച് എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയർ. ഇനി ഇവിടെ എച്ച് കോമൺ ആണ്. സോ വി ക്യാൻ ടേക്ക് ഇറ്റ് ഔട്ട് സൈഡ്. സോ എന്താകും? എച്ച് കോമൺ എടുക്കുമ്പോൾ മൈനസ് 2x മൈനസ് എച്ച് ഡിവൈഡഡ് ബൈ എച്ച് എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയർ. എച്ച് എച്ച് ക്യാൻസൽ ആവും. സോ ബാക്കി എന്താ ഉള്ളത്? ലിമിറ്റ് h ടെൻസ് ടു 0 മൈനസ് 2x മൈനസ് എച്ച് ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയർ. ഓക്കെ, ഇനി നമ്മൾ ഡിനോമിനേറ്ററിൽ എച്ചിന്റെ വാല്യൂ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡിനോമിനേറ്റർ 0 ആകുമോ? 0 ആകുമോ? ഇല്ല. അപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ. അപ്പൊ എന്ത് കിട്ടും? മൈനസ് 2x ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയർ അല്ലേ? സോ എക്സ് എക്സും ക്യാൻസൽ ആയി. ദാറ്റ് ഇസ് മൈനസ് 2 ബൈ എക്സ് ക്യൂബ്. ദിസ് ഈസ് ദി ആൻസർ. എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്? പറഞ്ഞാൽ എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. ബ്രാക്കറ്റ് ഓപ്പൺ, ഇവിടുന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തോ? ഓപ്പൺ ചെയ്തിട്ടാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. ഇത് മാത്രം നോക്കുക. ഇതിന് എക്സ് സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ എച്ച്, ഇങ്ങനെയല്ലേ കിടക്കുന്നത്? ഇതിന് ഇവിടെ രണ്ട് ഫ്രാക്ഷൻസ് അല്ലേ? ഫ്രാക്ഷൻസ് ഡിവൈഡ് ചെയ്യണം. അപ്പൊ ഫസ്റ്റ് ഫ്രാക്ഷൻ ഇതാണ്, എക്സ് സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ എച്ച്. എച്ച് എന്ന് പറയുന്നത് h ബൈ 1 അല്ലേ? രണ്ട് ഫ്രാക്ഷൻസ് എങ്ങനെയാ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്? റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൾട്ടിപ്ലൈ ബൈ h ബൈ 1ന്റെ റെസിപ്രോക്കൽ 1 ബൈ h. അപ്പൊ എന്തായി? ഈ h ഇവിടെ വരത്തില്ലേ? ഇങ്ങനെ എഴുതിയിട്ട് കല്യാണത്തിന്റെ പരിപാടികൾ പറയാട്ടോ. ചെയ്തു കഴിഞ്ഞോ? ഇല്ല. ചെയ്തു കഴിഞ്ഞോ? ഇനി ആരെങ്കിലും കഴിയാൻ ബാക്കിയുണ്ടോ? വേഗം എഴുതട്ടോ. ഈ സമയം നമുക്ക് ഡിസ്കസ് ചെയ്യാലോ. 4th ക്വസ്റ്റ്യൻ ഹോംവർക്ക് ആണ്. സെക്കൻഡ് ആൻഡ് 4th സബ് ക്വസ്റ്റ്യൻ ഹോംവർക്ക് ആണ്. മാർക്ക് ചെയ്ത് വെക്ക്. 4th ക്വസ്റ്റ്യനിലെ സെക്കൻഡ് ക്വസ്റ്റ്യനും 4th ക്വസ്റ്റ്യനും ഹോംവർക്ക് ആണ്. 4th ക്വസ്റ്റ്യനിലെ സെക്കൻഡ് സബ് ക്വസ്റ്റ്യനും 4th സബ് ക്വസ്റ്റ്യനും ഹോംവർക്ക് ആണ്. തീരുമാനിച്ചിട്ടില്ല. ഞങ്ങൾ ഗോൾഡ്ലെസ് മാരേജ് ആണ് ഉദ്ദേശിക്കുന്നത്. സീരിയസ്ലി ജസ്റ്റ് എഴുതുവാണോ? ഞങ്ങള് ഡൗറിക്കൊക്കെ എഗെയിൻസ്റ്റ് ആണ്. സെക്കൻഡ് 4th ക്വസ്റ്റ്യൻ ഹോംവർക്ക്. ഇത് 27, 28 ആകും കല്യാണം ആകുമ്പോൾ.
ഷുഗർ കട്ടല്ലേ കഴിഞ്ഞോ? ചെയ്ത് കഴിഞ്ഞോ? അക്ഷയ് ചെയ്ത് കഴിഞ്ഞോ? നെക്സ്റ്റ് തിയറം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതല്ലേ? തിയറം. റൈറ്റ് ദ സബ് ഹെഡിങ് തിയറം. Derivative of theorem. Derivative of f of x is equal to f of x is equal to f of x is equal to x raised to n. Derivative of f of x is equal to x raised to n. Words the derivative of ഇല്ല, പക്ഷെ ഇത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രോബ്ലംസ് ചെയ്യുക. ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് റേസ് ടു എൻ is n into x raised to n minus 1. n into x raised to n minus 1. The derivative of f of x is equal to x raised to n is n into x raised to n minus 1. എഴുതിയോ? അതിന്റെ മീനിങ് എന്താ? എക്സ് റേസ് ടു എൻ. ഇന്റഗ്രേഷൻ നിങ്ങൾ എത്തിയിട്ടില്ല, ഡെറിവേഷൻ കഴിഞ്ഞിട്ടാണ് ഇന്റഗ്രേഷൻ കേട്ടോ. ഓക്കെ, എക്സ് റേസ് ടു എന്നിന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? n into x raised to n minus 1. പവർ എടുക്കുക. ഇവിടുത്തെ പവർ എന്താ? ആ പവർ ആണ് ഇവിടെ വരിക. n into x raised to, ഈ പവറിൽ നിന്ന് 1 മൈനസ് ചെയ്യുക. ഓക്കെ, ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഡെറിവേറ്റീവ് ഓഫ് x raised to 5 എന്തായിരിക്കും? d by dx of x raised to 5 എന്തായിരിക്കും? 5x raised to 4. കിട്ടിയോ? d by dx of x raised to 7 എന്തായിരിക്കും? 7x raised to 6. ഓക്കെ, എഴുതിയോ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. തിയറം അധികം ഇല്ല. ക്വസ്റ്റ്യൻ എഴുതിക്കോളാം. ഫോർ ദി ഫംഗ്ഷൻ, ടെക്സ്റ്റ് ബുക്ക് ഉണ്ടോ എല്ലാവരുടെയും കയ്യില്? ടെക്സ്റ്റ് ബുക്ക് ഉണ്ടോ? എത്ര പേരുടെ കയ്യിലുണ്ട്? ഒരു റോയിൽ ഒരെണ്ണം വെച്ചിട്ടുണ്ടോ? ഉണ്ടല്ലോ. ക്വസ്റ്റ്യൻ നോക്കി. For the function f of x is equal to x raised to 100 divided by 100 plus x raised to 99 by 99 plus etc. plus x square by 2 plus x plus 1. Prove that f dash of 1 equal 100 into f dash of 0. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ക്വസ്റ്റ്യൻ എഴുതിക്കേ. കഴിഞ്ഞു. f of x is equal to x raised to 100 by 100 plus x raised to 99 by 99 plus etc. plus x square by 2 plus x plus 1. അതാണ് നമ്മുടെ ഫംഗ്ഷൻ. നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? എഫ് ഡാഷ് ഓഫ് 1 എന്ന് പറയുന്നത് 100 ഇൻറ്റു എഫ് ഡാഷ് ഓഫ് 0 ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടെ നോക്കാം. ആദ്യം നമുക്ക് എഫ് ഡാഷ് ഓഫ് എക്സ് കണ്ടുപിടിക്കാം. എഫ് ഡാഷ് ഓഫ് എക്സ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എന്താ? ഡി ബൈ ഡി എക്സ് ഓഫ്
എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് is equal to d by dx of f of x plus d by dx of g of x ആണ്. അതായത് രണ്ട് ഫംഗ്ഷൻസിന്റെ സമ്മിന്റെ ഡെറിവേറ്റീവ്. ഓക്കെ, ഇത് സമ്മല്ലേ, കുറെ ഫംഗ്ഷൻസിന്റെ സമ്മിന്റെ ഡെറിവേറ്റീവ് അല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അത് എന്തിനോട് ഈക്വൽ ആയിരിക്കും? ഈ ഓരോ ഫംഗ്ഷൻസിന്റെ ഡെറിവേറ്റീവിന്റെ സമ്മിനോട് ഈക്വൽ ആയിരിക്കും. അതാണ് ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് എന്ന് പറയുന്നത്. എന്തിനോട് ഈക്വൽ ആയിരിക്കും? ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് ഡി ബൈ ഡി എക്സ് ഓഫ് ജി ഓഫ് എക്സ് ആയിരിക്കും. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഈ ഓരോ ടേംസിന്റെയും ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, ഇനി നോക്കിയേ, നമ്മുടെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് എക്സ് റേസ് ടു 100 ബൈ 100 ആണ്. ഇതിന്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും ഡെറിവേറ്റീവ്? നമുക്കൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ ആ ഫംഗ്ഷന്റെ കൂടെ കോൺസ്റ്റന്റ് ഉണ്ടാവുമല്ലോ. കോൺസ്റ്റന്റ് ഉണ്ടെങ്കിൽ അതിന്റെ ഡെറിവേറ്റീവ് എടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ എന്താ കോൺസ്റ്റന്റ്? ഒരു ഡിവൈഡഡ് ബൈ 100 ഇല്ലേ, അതായത് ഒരു 1/100 ഇവിടെ കോൺസ്റ്റന്റ്. ഇപ്പൊ ഇതിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചിരുന്നോളാ, ഇതിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആയിരിക്കും? 1/100 ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു 100 ഈക്വൽ ആയിരിക്കും. നമുക്ക് കോൺസ്റ്റന്റ് ഉണ്ടെങ്കിൽ ആ കോൺസ്റ്റന്റിനെ പുറത്തെടുത്തിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കേണ്ടത്? ഡെറിവേറ്റീവ് കണ്ടുപിടിക്കേണ്ടത്. കിട്ടിയോ? സോ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു 100 എന്താ? നമ്മളിപ്പോ പറഞ്ഞു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു എൻ എന്താ? എൻ ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ് 1 അല്ലേ? അപ്പൊ പറഞ്ഞേ, ഇവിടെ ഒരു 1/100 ഉണ്ട്, റൈറ്റ് ആസ് ഇറ്റ് ഇസ്. ഇനി എക്സ് റേസ് ടു 100ന്റെ ഡെറിവേറ്റീവ് എന്താ? 100 എക്സ് റേസ് ടു 99. ഈ 100ഉം 100ഉം ക്യാൻസൽ ആയി, ബാക്കി എന്തുണ്ട്? എക്സ് റേസ് ടു 99. കിട്ടിയോ? ഇപ്പൊ എഴുതല്ലേ? ക്ലിയർ ആണോ? അപ്പൊ ഈ ടേമിന്റെ ഡെറിവേറ്റീവ് എന്താന്ന് കിട്ടി? എക്സ് റേസ് ടു 99 ആണെന്ന് കിട്ടി. ഓക്കെ, പ്ലസ് ഇനി എക്സ് റേസ് ടു 99 ബൈ 99ന്റെ ഡെറിവേറ്റീവ് എന്താ? 1/99 കോൺസ്റ്റന്റ് ആണ്, സോ ടേക്ക് ഇറ്റ് ഔട്ട്സൈഡ്. എക്സ് റേസ് ടു 99ന്റെ ഡെറിവേറ്റീവ് എന്താ? പറ. 99 എക്സ് റേസ് ടു 98 ക്യാൻസൽ ചെയ്യാ. ആൻസർ എന്താ? എക്സ് റേസ് ടു 98. കിട്ടിയോ? ഇനി അടുത്ത എന്തായിരിക്കും? അടുത്ത ടേമിന്റെ എന്തായിരിക്കും? എക്സ് റേസ് ടു 98 ബൈ 98ന്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും? എക്സ് റേസ് ടു 97 ആയിരിക്കും. പ്ലസ് എക്സെട്ര പ്ലസ് എക്സ് സ്ക്വയർ ബൈ 2. എക്സ് സ്ക്വയർ ബൈ 2ന്റെ ഡെറിവേറ്റീവ് എന്താ? എക്സ് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ ബൈ 2. 1/2 കോൺസ്റ്റന്റ് ആണ്, സോ ടേക്ക് ഇറ്റ് ഔട്ട്സൈഡ്. ബാക്കി എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താ? 2x. ആൻസർ എന്താ? എക്സ് പ്ലസ് എക്സ് പ്ലസ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ? ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് എന്ന് പറയുന്ന 1. എക്സിന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ 1 ആണ്. പ്ലസ് 1 പ്ലസ് 1ന്റെ ഡെറിവേറ്റീവ് എന്താ? 0 ആണ്. ഏതൊരു കോൺസ്റ്റന്റ് ടേമിന്റെയും ഡെറിവേറ്റീവ് എന്താണ്? 0 ആണ്. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് എന്താ? എക്സിന്റെ ഡെറിവേറ്റീവ് 1 ആണ്. പിന്നെ കോൺസ്റ്റന്റ് ടേമിന്റെ ഡെറിവേറ്റീവ് എന്താ? 0 ആണ്. ഇനി ഒരു ഫംഗ്ഷന്റെ കൂടെ കോൺസ്റ്റന്റ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അത് പുറത്തെടുത്തിട്ട് എന്ത് ചെയ്യും? ഡെറിവേറ്റീവ് കണ്ടുപിടിക്കും. ഇവിടെ ചെയ്തതുപോലെ തന്നെ. ആ കോൺസ്റ്റന്റ് മാത്രമാണെങ്കിൽ ഡെറിവേറ്റീവ് എന്താണ്? 0 ആണ്. ക്ലിയർ ആണോ? സോ നമുക്ക് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് കിട്ടി. എന്താണ്? ദിസ് വൺ. ഇതൊന്ന് എഴുതിക്കേ. ഇത് വേണമെങ്കിൽ സൈഡിൽ എഴുതി വെച്ചോളൂ കേട്ടോ, ഈ പോർഷൻസ്.
ചെയ്ത് കഴിഞ്ഞോ? ഇത്രയും ചെയ്ത് കഴിഞ്ഞവര് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ടുള്ളത് കൂടെ ചെയ്യാം കേട്ടോ. അത് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്ക്. എഫ് ഡാഷ് ഓഫ് 1 കണ്ടുപിടിച്ചേ. എഫ് ഡാഷ് ഓഫ് എക്സ് നമുക്കിപ്പോ കിട്ടി അല്ലെ? എഫ് ഡാഷ് ഓഫ് എക്സ് അല്ലേ നമുക്കിപ്പോ കിട്ടിയേ. ഇനി എന്താ കണ്ടുപിടിക്കണ്ടേ? എഫ് ഡാഷ് ഓഫ് 1 കണ്ടുപിടിക്കാം. എഫ് ഡാഷ് ഓഫ് 1 കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി? എക്സിന്റെ പ്ലേസിൽ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എക്സ് എവിടെയൊക്കെ ഉണ്ട് അവിടെ 1 ഇട്ട് കൊടുക്കുക. ആ കിട്ടിയോ? ഇത്രയും എഴുതി കഴിഞ്ഞോ എല്ലാരും? എഫ് ഡാഷ് ഓഫ് 1 എന്താ? എക്സിന്റെ പ്ലേസിൽ 1 ഇട്ട് കൊടുക്കുക. 1 റൈസ് ടു 99 എത്രയാ? 1 പ്ലസ് 1 റൈസ് ടു 98 1. അപ്പൊ ഇതെല്ലാം 1 ആ. എക്സ് വരെ 1 അല്ലേ കിട്ടുക? പ്ലസ് എക്സെട്രാ പ്ലസ് 1. അപ്പൊ ഇത് എത്ര 1 വന്നിട്ടുണ്ട്? 99 മുതൽ 1 മുതൽ 99 വരെ 1 വന്നിട്ടുണ്ട്. അപ്പൊ ടോട്ടൽ എത്ര 1 വന്നു? 99 ടൈംസ് 1 വന്നു അല്ലേ? ഇനി പ്ലസ് ഒരു 1 ഇവിടെ ഉണ്ട്. 99 ടൈംസ് 1 എന്ന് പറഞ്ഞാൽ എത്രയാ? 99. 99 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എത്രയാ? 100. സോ എഫ് ഡാഷ് ഓഫ് 1 എന്ന് പറയുന്നത് 100 ആണ്. ഇനി എഫ് ഡാഷ് ഓഫ് 0 എന്തായിരിക്കും? എക്സിന്റെ പ്ലേസിൽ 0 ഇട്ട് കൊടുക്കുക. 0 റൈസ് ടു 99 എത്രയാ? 0. ഇത് എത്രയാ? 0. ഇതെല്ലാം 0 ആണ്. എക്സിന്റെ പ്ലേസിൽ 0 ഇട്ട് കൊടുക്കുമ്പോൾ 0. ഇവിടെ എന്താ ഉള്ള പിന്നെ? 1. അപ്പൊ നോക്കിയേ, എഫ് ഡാഷ് ഓഫ് 1 എന്ന് പറയുന്നത് 100 ആണ്. എഫ് ഡാഷ് ഓഫ് 0 എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ ഇത് ശരിയാണോ? അല്ലെ? 100 ഇൻറ്റു എഫ് ഡാഷ് ഓഫ് 0 എന്ന് പറയുന്നത് 1 ആണ്. 100 ഇൻറ്റു 1 എന്ന് പറയുന്നത് 100 ആണ്. എഫ് ഡാഷ് ഓഫ് 1 അല്ലെ? therefore നമുക്ക് എന്ത് പറയാം? എഫ് ഡാഷ് ഓഫ് 1 is equal to 100 ഇൻറ്റു എഫ് ഡാഷ് ഓഫ് 0. എഴുതി കഴിഞ്ഞോ? എഴുതിക്കോ. അതാരുടെ ഫോണാ? ഫോൺ സൈലന്റ് മോഡിൽ വെച്ചിട്ട് വേണം കേട്ടോ ക്ലാസ്സിൽ കയറാൻ വേണ്ടിട്ട്. ഇത് ചെയ്ത് കഴിഞ്ഞവര് 6 ദിവസം ചെയ്യാം കേട്ടോ. ചെയ്ത് കഴിഞ്ഞവര് 6 ദിവസം ചെയ്യും. ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ബ്രേക്ക് എടുക്കാം. 6 ദിവസം ചെയ്തേ. ഇതേപോലെ ചെയ്യാനാണ്. 6 ദിവസം.
കഴിഞ്ഞോ? ആദ്യമൊക്കെ എക്സിനാണ്, പിന്നെ അവസാനമായപ്പോഴത്തേക്കിന് 8 ആയി. കാണിച്ചു തരണോ? എന്നുവെച്ചാൽ ബ്രേക്ക് ഔട്ട് ചെയ്തു. സയോണിന് കിട്ടുന്നുണ്ടോ? സയോൺ അതൊരു വാച്ചോടെ find the derivative of x raised to n plus a x raised to n minus 1 plus a square x raised to n minus 2 plus etc plus a raised to n minus 1 x plus a raised to n for some fixed real number a. For some fixed real number a. a എന്താ ഒരു റിയൽ നമ്പർ ആണ്. ഓക്കെ, ഇനി ഇതിന്റെ ഡെറിവേറ്റീവ് പറഞ്ഞേ. ഇതിനെ നമുക്ക് എഫ് ഓഫ് എക്സ് എന്ന് വിളിക്കാം. സോ ഡെറിവേറ്റീവ് ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് എന്താ? ഓക്കെ, എക്സ് റൈസ് ടു എൻ. എക്സ് റൈസ് ടു എന്നിന്റെ ഡെറിവേറ്റീവ് എന്താ? പറ എൻ ഇൻറ്റു എക്സ് റൈസ് ടു എൻ മൈനസ് 1 പ്ലസ് എ എക്സ് റൈസ് ടു എൻ മൈനസ് 1. ഇവിടെ എ കോൺസ്റ്റന്റ് ആണ്, സോ ടേക്ക് ഇറ്റ് ഔട്ട് സൈഡ്. അല്ലെ, എ കോൺസ്റ്റന്റ് ആണ്, സോ എനെ മാറ്റി എഴുതുക. ഇനി നമുക്ക് എക്സ് റൈസ് ടു എൻ മൈനസ് 1ന്റെ ഡെറിവേറ്റീവാ കണ്ടുപിടിക്കണ്ടേ. എക്സ് റൈസ് ടു എൻ മൈനസ് 1ന്റെ ഡെറിവേറ്റീവ് എന്താ? പവർ എടുക്കുക, എൻ മൈനസ് 1 ഇൻറ്റു എക്സ് റൈസ് ടു എൻ മൈനസ് 1 മൈനസ് 1. അപ്പൊ എത്രയാ? എൻ മൈനസ് 1 മൈനസ് 1 എൻ മൈനസ് 2 എക്സ് റൈസ് ടു എൻ മൈനസ് 2 പ്ലസ് എ സ്ക്വയർ. എ സ്ക്വയർ എന്താ? കോൺസ്റ്റന്റ് അല്ലെ, സോ ടേക്ക് ഇറ്റ് ഔട്ട് സൈഡ്. എക്സ് റൈസ് ടു എൻ മൈനസ് 2ന്റെ ഡെറിവേറ്റീവ് എന്താ? പവർ എത്രയാ? എൻ മൈനസ് 2 ഇൻറ്റു എക്സ് റൈസ് ടു എൻ മൈനസ് 2 മൈനസ് 1 എൻ മൈനസ് 2 മൈനസ് 1 മൈനസ് 2 മൈനസ് 1 എത്രയാ? എൻ മൈനസ് 3 പ്ലസ് എക്സെട്ര പ്ലസ് എ റൈസ് ടു എൻ മൈനസ് 1 ഇൻറ്റു എക്സ്. എ റൈസ് ടു എൻ മൈനസ് 1 എന്താ? കോൺസ്റ്റന്റ് ആണ്, അതേപടി എഴുതാം. എക്സിന്റെ ഡെറിവേറ്റീവ് 1. അത് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ. പ്ലസ് എ റൈസ് ടു എൻ. എ റൈസ് ടു എൻ എന്താ? ഒരു കോൺസ്റ്റന്റ്. സോ ഡെറിവേറ്റീവ് എന്താ? 0. അപ്പൊ ഇതാണ് ആൻസർ. ബുദ്ധിമുട്ടായിരുന്ന? എളുപ്പല്ലേ? അത്രേ ഉള്ളൂ. ഇതാണ് ആൻസർ. 10 മിനിറ്റ് അല്ല, 5 മിനിറ്റ്സ് ബ്രേക്ക്. ഇത് എഴുതി കഴിഞ്ഞിട്ട് വേണം 5 മിനിറ്റ്സ് ബ്രേക്ക് തുടങ്ങാൻ. അത് വേറെ. ചെയ്തില്ലേ? നെക്സ്റ്റ് ഹെഡിങ് പ്രൊഡക്റ്റ് റൂട്ട്. എഴുതിയോ? ഹെഡിങ് എഴുതിയോ? എവിടെ കാണിച്ച്? ഹെഡിങ് എഴുതി കാണിച്ച വിമൽ എവിടെ? നേരെ ഇരുന്നേ. എഴുതിയോ? Suppose we have to find the derivative of product of two functions. രണ്ട് ഫംഗ്ഷൻ, ഈ u എന്ന് പറയുന്നതും v എന്ന് പറയുന്നതും ഫങ്ഷൻസ് ഓഫ് x ആണ്. ഓക്കെ, u എന്ന് പറയുന്നതും v എന്ന് പറയുന്ന രണ്ട് ഫങ്ഷൻസ് ആണ്. ആ രണ്ട് ഫങ്ഷൻസിന്റെ പ്രൊഡക്റ്റിന്റെ ഡെറിവേറ്റീവ് നമുക്ക് കണ്ടുപിടിക്കണം എന്ന് വിചാരിച്ചു. ഒരു ഇക്വേഷൻ ഉണ്ട്.
ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ. വി ഡാഷ് എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ് ഓഫ് വി, യു ഡാഷ് എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ് ഓഫ് യു. രണ്ട് ഫംഗ്ഷൻസ് ഉണ്ട്, യു ആൻഡ് വി. രണ്ട് ഫംഗ്ഷൻസ് ഉണ്ട്. ഇത് യു ആണ് നമ്മുടെ ഫസ്റ്റ് ഫംഗ്ഷൻ, വി ആണ് നമ്മുടെ സെക്കൻഡ് ഫംഗ്ഷൻ. സോ യു വിയുടെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് ഫംഗ്ഷൻ ഒന്നെങ്കിൽ ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ ഇങ്ങനെ പഠിക്കാം കേട്ടോ. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ. ഇതാണ് പ്രൊഡക്റ്റ് റൂൾ. ഒന്ന് എഴുതി വെച്ചേ. ഫംഗ്ഷൻ ഫംഗ്ഷൻ എസ് ഇല്ലല്ലോ ഇവിടെ. എവിടെ എസ്? ഫംഗ്ഷൻ ആണത്. നിങ്ങളത് എഴുതുമ്പോ ഫുള്ളാക്കി എഴുതിയാൽ മതി. യു ആൻഡ് വി ആർ ഫംഗ്ഷൻസ് ഓഫ് എക്സ്. ഇത് എഴുതി കഴിഞ്ഞോ? ഒരു ക്വസ്റ്റ്യൻ എഴുതിക്കോ. ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ്, ക്വസ്റ്റ്യൻ എഴുതിക്കോ. ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് എക്സ് ക്യൂബ് ഇൻറ്റു, ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് എക്സ് ക്യൂബ് ഇൻറ്റു 4 മൈനസ് എക്സ് ഹോൾ റേസ് ടു 1/2. എക്സ് ക്യൂബ് ഇൻറ്റു അത് ബ്രാക്കറ്റിൽ എഴുതിയാൽ മതി. എക്സ് ക്യൂബ് ഇൻറ്റു 4 മൈനസ് എക്സ് ഹോൾ റേസ് ടു 1/2. 4 മൈനസ് എക്സ് ഹോൾ റേസ് ടു 1/2. നോക്കേ, ഇവിടെ ശ്രദ്ധിച്ചേ. ഇവിടെ രണ്ട് ഫങ്ഷൻസ് ആണ് നമുക്കുള്ളത്. എന്താണ് വിമലി കാണിച്ചുകൊണ്ടിരിക്കണേ? ഫോൺ സൈലന്റ് മോഡിലാക്കിയിട്ട് വേണം കേട്ടോ ക്ലാസ്സിൽ കയറാനായിട്ട്. ഇതൊന്നും ഇത്രയ്ക്ക് പോലും നിങ്ങൾക്ക് അറിഞ്ഞൂടെ? എന്താ എന്താ നോക്ക, എക്സ് ക്യൂബ് ഇൻറ്റു 4 മൈനസ് എക്സ് ഹോൾ റേസ് ടു 1/2. ഇവിടെ നമുക്ക് രണ്ട് ഫംഗ്ഷൻസ് ഉണ്ട്. ഏതൊക്കെയാ? രണ്ടും എക്സിന്റെ ഫംഗ്ഷൻസ് ആണ്. ഫസ്റ്റ് ഫംഗ്ഷൻ ഏതാ? എക്സ് ക്യൂബ് ആണ്. സെക്കൻഡ് ഫംഗ്ഷൻ 4 മൈനസ് എക്സ് ഹോൾ റേസ് ടു 1/2. ഈ രണ്ട് ഫംഗ്ഷൻസ് ആണ് നമുക്കുള്ളത്. ഇനി ഇതിന്റെ രണ്ടിനെ പ്രൊഡക്റ്റ് ആണ് തന്നിട്ടുള്ളത്. അതിന്റെയാണ് ഡെറിവേറ്റീവ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ ഏത് റൂളാണ് യൂസ് ചെയ്യേണ്ടത്? പ്രൊഡക്റ്റ് റൂൾ യൂസ് ചെയ്യുക. പ്രൊഡക്റ്റ് റൂൾ എന്താ പറയണേ? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ. ഇനി ഇവിടുത്തെ ഫസ്റ്റ് ഫംഗ്ഷൻ ആരാ? എക്സ് ക്യൂബ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ ആരാ? 4 മൈനസ് എക്സ് ഹോൾ റേസ് ടു 1/2 പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ ആരാ? 4 മൈനസ് എക്സ് ഹോൾ റേസ് ടു 1/2 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ, ദാറ്റ് ഇസ് d by dx ഓഫ് എക്സ് ക്യൂബ്. ഇങ്ങനെയാണ് നമുക്ക് ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുക, അല്ലെ? ഇനി നോക്കിക്കേ, എക്സ് ക്യൂബ് ഇൻറ്റു വാട്ട് ഇസ് d by dx of 4 മൈനസ് എക്സ് ഹോൾ റേസ് ടു 1/2? പറ, ഇതിന്റെ ഡെറിവേറ്റീവ് എന്താ? 4 മൈനസ് എക്സ് ഹോൾ റേസ്. വിമലിന് പുറത്തോട്ട് പോണോ?
പുറത്തോട്ട് പോയി ഞാനൊന്നും പാട്ട് പറഞ്ഞില്ലല്ലോ. പുറത്തോട്ട് പോയി പാട്ട് പാടിക്കോ. ചെല്ല് ഇറങ്ങിക്കോ. വേണ്ട 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 വേണ്ട. ആ ഇതിന്റെ ഡെറിവേറ്റീവ് എന്താ പറഞ്ഞേ? ഡെറിവേറ്റീവ് ഓഫ് എക്സ് റൈസ് ടു എൻ എന്താന്നാ പറഞ്ഞേ? പറ. n ഇൻറ്റു എക്സ് റൈസ് ടു എൻ മൈനസ്. അപ്പൊ ഇവിടുത്തെ പവർ ആരാ? 1/2. സോ 1/2 ഇൻറ്റു ഇനി എന്താ വരാ? n ഇൻറ്റു എക്സ് റൈസ് ടു എൻ മൈനസ് 1. n എഴുതി. ഇനി എക്സ് ഇവിടെ എക്സിന്റെ പ്ലേസിൽ നമുക്കുള്ളത് ആരാ? 4 മൈനസ് എക്സ് അല്ലേ? 4 മൈനസ് എക്സ് റൈസ് ടു n മൈനസ് 1. n ആരാ? 1/2 1/2 മൈനസ് 1 ആരാ? മൈനസ് 1/2. ഇത് 4 പ്ലസ് എക്സ് ആക്കി എടുത്തോട്ടാ. 4 പ്ലസ് എക്സ് ആണ്. ഓക്കെ കിട്ടിയോ? ഇതാണ് ഡി ബൈ ഡി എക്സ് 4 മൈനസ് എക്സ് റൈസ് ടു 1/2 എന്ന് പറയുന്നത്. 1/2 ഇൻറ്റു 4 പ്ലസ് എക്സ് റൈസ് ടു മൈനസ് 1/2. അതിന് ഇങ്ങനെ എഴുതാമല്ലോ. 4 പ്ലസ് എക്സ് റൈസ് ടു മൈനസ് 1/2 ഡിവൈഡഡ് ബൈ 2 പ്ലസ് ഇനി ഇവിടെയോ 4 പ്ലസ് എക്സ് റൈസ് ടു 1/2 ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് ക്യൂബ്. എക്സ് ക്യൂബിന്റെ ഡെറിവേറ്റീവ് എന്താ? 3x square. This is the answer. എഴുതിക്കേ. ഏതാ? ഇതോ? ഇവിടെ നമുക്ക് 1/2 ഇല്ലേ? 1/2 എഴുതിക്കും. നീ സിംപ്ലിഫൈ ചെയ്യണ്ട. അങ്ങനെ ചെയ്ത് കഴിഞ്ഞോ? കംപ്ലീറ്റ് ചെയ്തോ? ഇനി ആരൊക്കെ കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ള? എല്ലാവരും കഴിഞ്ഞോ? ഇപ്പൊ ഇന്ന് നമ്മൾ കുറെ കാര്യങ്ങൾ പഠിച്ചു. എന്തൊക്കെ പഠിച്ചു? ഡെറിവേറ്റീവ്സ് ആണ് സ്റ്റാർട്ട് ചെയ്തത്. ആദ്യം നമ്മൾ ഫസ്റ്റ് പ്രിൻസിപ്പിൾ പഠിച്ചു അല്ലേ? പിന്നെ നമ്മളൊരു തിയറം പഠിച്ചു. ഡെറിവേറ്റീവ് ഓഫ് എക്സ് റൈസ് ടു എൻ എന്ന് പറയുന്നത് n ഇൻറ്റു എക്സ് റൈസ് ടു എൻ മൈനസ് 1 ആണ്. പിന്നെയോ അതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ചെയ്തു. ഇപ്പൊ പ്രൊഡക്റ്റ് റൂൾ പഠിച്ചു. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചെയ്തു. ഇത് ഇന്ന് തന്നെ പോയിട്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. ചെയ്ത് പഠിച്ചോളാം. ഇല്ലാന്നുണ്ടെങ്കിൽ മറന്നു പോകും, കിട്ടില്ല എക്സാമിന് കേട്ടോ. ഒത്തിരി ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് നിന്ന് വരും. ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻസ് മാത്രമല്ല അല്ലാണ്ടുള്ള ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ അത് കറക്റ്റായിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അപ് ടു ഡേറ്റ് ആയിട്ട് പഠിച്ചു പോവുക. അവസാനത്തേക്ക് വെച്ചിട്ടുണ്ടെങ്കിലും ഒന്നും കിട്ടില്ല കേട്ടോ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ഇന്ന് പറഞ്ഞാൽ? ഒന്നുമില്ല. ഓക്കെ, താങ്ക് യു.